advanced database management system. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആൻഡ് സം ഓഫ് ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് കൺവെൻഷണൽ വേ ഓഫ് സ്റ്റോറിങ് ഇൻഫർമേഷൻസ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ ഈസ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഈ DBMS എന്നുള്ള ടേമിനെ നമുക്ക് 2 എണ്ണാക്കി ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഡാറ്റാബേസ് ആൻഡ് ദി അതർ ഇസ് ദി മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതിൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഡാറ്റ. ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് ഹാസ് എൻ ഇംപ്ലിസിറ്റ് മീനിങ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് നെയിം, സ്റ്റുഡൻറ്റ് റോൾ നമ്പർ, സ്റ്റുഡൻറ്റിൻ്റെ ഫോൺ നമ്പർ, സ്റ്റുഡൻറ്റ് അഡ്രസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ദി ആർ ഓൾ ഡാറ്റ. അപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റാസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് എ മാനേജ്മെൻറ്റ് സിസ്റ്റം ദാറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ടു സ്റ്റോർ ആൻഡ് റിട്രീവ് ഡാറ്റ. ഇങ്ങനെ ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യാനും നമുക്ക് അതിനെ ഈസി ആയിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് റിട്രീവ് ചെയ്തെടുക്കാനുമായിട്ട് വി ഹാവ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. അതിനെയാണ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഡാറ്റാബേസ് ആസ് എ ഹോൾ എന്താണ്? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഡാറ്റ ആൻഡ് a set of programs to access those data, and the primary goal of DBMS is to provide a way to store and retrieve database information that is both convenient and efficient. അപ്പോൾ convenient and efficient ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റാനെ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും ആ എൻറ്റയർ ഡാറ്റാബേസ് മാനേജ് ചെയ്യാനും പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? DBMS അല്ലെങ്കിൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. MySQL, Oracle ഒക്കെ എന്താണ്? ദീസ് ആർ ദി പോപ്പുലർ എക്സാമ്പിൾസ് ഫോർ ദി ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. നെക്സ്റ്റ് വൺ ഈസ് ദി പർപ്പസ് ഓഫ് ഡാറ്റാബേസ് സിസ്റ്റംസ്. സോ പർപ്പസ് ഓഫ് ഡാറ്റാബേസ് സിസ്റ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ദാറ്റ് ഈസ് യൂണിവേഴ്സിറ്റി ഓർഗനൈസേഷൻ. അതായത് നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിയിലെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യണം. അപ്പോൾ കൺവെൻഷണൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു സ്റ്റോർ ദി ഡാറ്റ ഓർ ദി ഇൻഫർമേഷൻ ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസ്. പക്ഷേ അവിടെ വരുന്നൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്തായിരിക്കും? യൂണിവേഴ്സിറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയായിരിക്കാം? ടു ആഡ് എ ന്യൂ സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ ഒരു പുതിയ ടീച്ചറെ ആഡ് ചെയ്യുക, പുതിയ കോഴ്സ് ആഡ് ചെയ്യണം. ചിലപ്പോൾ ടു രജിസ്റ്റർ സ്റ്റുഡൻറ്റ്സ് ഫോർ കോഴ്സസ്, ഒരു സ്റ്റുഡൻറ്റിനെ പെർട്ടിക്കുലർ കോഴ്സിലോട്ട് രജിസ്റ്റർ ചെയ്യുക. ഇങ്ങനെയുള്ള ഒരുപാട് റിക്വയർമെൻറ്റ്സ് വരും അല്ലേ? അതായത് അറ്റ് എ ടൈം ഒരുപാട് റിക്വയർമെൻറ്റ്സ് വരുന്ന സമയത്ത് നമ്മളെന്താ ഒരുപാട് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് അതിനനുസരിച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അതായത് ഓരോ റിക്വയർമെൻറ്റ്സിനും ഓരോ നീഡ്സ് വരുമ്പോഴും നമ്മൾ പുതിയ പുതിയ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കണം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ന്യൂ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആർ ആഡഡ് ടു ദ സിസ്റ്റം ആസ് ദ നീഡ് അറൈസസ്. അതായത് ഇപ്പോൾ ആദ്യത്തെ റിക്വയർമെൻറ്റ് നമുക്ക് എന്താണ്? ഒരു പുതിയ സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ പുതിയ ടീച്ചറിന് ഒരു പുതിയ കോഴ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം നമുക്ക് വേണം, അത് ഡെവലപ്പ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ? ഒരു പുതിയ സ്റ്റുഡൻറ്റ് വന്നു, he or she has to be registered to a particular course. അപ്പോൾ അത് എന്താ? നമ്മുടെ സെക്കൻഡ് റിക്വയർമെൻറ്റ്. അപ്പോൾ വീണ്ടും നമ്മളൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം നമുക്കവിടെ ഡെവലപ്പ് ചെയ്യേണ്ടി വരികയാണ്. അതായത് ഓരോ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ടും ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുക. അതൊരു എഫിഷ്യൻറ്റ് മെത്തേഡ് അല്ല അല്ലേ? അതാണ് ഇതിൻ്റെ ഈ കൺവെൻഷണൽ വേ ഓഫ് സ്റ്റോറിങ് ഡാറ്റ, അതിൻ്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സം ഓഫ് ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫയൽ സിസ്റ്റം. അതായത് ഫയൽ സിസ്റ്റത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മൾ ട്രഡീഷണൽ വേ ഓഫ് സ്റ്റോറിങ് ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദി ഫയൽ സിസ്റ്റം. സോ അതിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ആണ് നമ്മളിനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡാറ്റ റിഡൻഡൻസി ആൻഡ് ഇൻകൺസിസ്റ്റൻസി. നമുക്ക് ഈ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ എല്ലാം ഓരോ എക്സാമ്പിൾസ് വെച്ചിട്ട് പറഞ്ഞു പോവാട്ടോ. ഡാറ്റ റിഡൻഡൻസി എപ്പോഴാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ തന്നെ എക്സാമ്പിൾ എടുക്കുക. അതിൽ
ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് ഫ്രം കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എവിടെ ഉണ്ടാവും? ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ആഡ് ചെയ്യണം അല്ലേ? സ്റ്റുഡൻറ്റിൻ്റെ പേര്, സ്റ്റുഡൻറ്റിൻ്റെ അഡ്രസ്സ്, സ്റ്റുഡൻറ്റിൻ്റെ ഫോൺ നമ്പർ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ എവിടെ ഉണ്ടാവണം? ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ള റെക്കോർഡ്, സ്റ്റുഡൻറ്റ് റെക്കോർഡ്സിലും ഉണ്ടാവും. ഇഫ് അഗെയിൻ ആ ഒരു സ്റ്റുഡൻറ്റ് ഹോസ്റ്റലറും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഈ ഹോസ്റ്റലേഴ്സിൻ്റെ ഡീറ്റെയിൽസിൻ്റെ കൂടെയും ഇതേ സെയിം സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വരും. അതായത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എവിടെ വരുന്നുണ്ട്? ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്റ്റലേഴ്സ്, ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ഹോസ്റ്റലേഴ്സ്, അവിടെയും വരുന്നുണ്ട്. അതായത് ഒരു ഇൻഫർമേഷൻ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡ് 2 തവണ 2 സ്ഥലത്തായിട്ട്, 2 ഫയൽസിലായിട്ട് എക്സിസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എന്താണ്? ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ ആണ് അവിടെ ഉണ്ടാവുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റ റിഡൻഡൻസി എന്ന് പറയുന്നത്. ആൻഡ് ഡാറ്റ ഇൻകൺസിസ്റ്റൻസി എപ്പോഴാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ വന്നു, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡീറ്റെയിൽസിൻ്റെ കൂടെയും വന്നു, അതുപോലെ ഹോസ്റ്റലേഴ്സിൻ്റെ ഡീറ്റെയിൽസിൻ്റെ കൂടെയും അതേ സെയിം സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വരികയാണ്. ആൻഡ് ഇഫ് സപ്പോസ് ദാറ്റ് ആ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് ഹാസ് ചേഞ്ച്ഡ് ഹർ ഫോൺ നമ്പർ, പക്ഷേ ആ ഒരു ചേഞ്ച് എവിടെ മാത്രമേ വന്നുള്ളൂ? ഡിപ്പാർട്ട്മെൻറ്റ് ഡീറ്റെയിൽസിൻ്റെ അണ്ടറിൽ മാത്രമാണ് ആ ഫോൺ നമ്പറിൻ്റെ ചേഞ്ച് വന്നുള്ളൂ. പക്ഷേ എവിടെ വന്നില്ല? ഹോസ്റ്റലേഴ്സിൻ്റെ ഡീറ്റെയിൽസിൽ വന്നില്ല. സെയിം റെക്കോർഡാണ്, ഒരേ സെയിം സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡിൽ എന്താ മൊബൈൽ നമ്പർ ഡിപ്പാർട്ട്മെൻറ്റ് ഡീറ്റെയിൽസിൻ്റെ അണ്ടറിലുള്ള അതിൽ മാത്രം മാറി. പക്ഷേ അതേ റെക്കോർഡ് ഹോസ്റ്റലേഴ്സിൻ്റെ വരുമ്പോൾ എന്താണ്? ഓൾഡ് ഫോൺ നമ്പർ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായി? ഇൻകൺസിസ്റ്റൻസി വന്നു അല്ലേ? അതായത് ഒരെവിടെ ഒരു ഫോൺ നമ്പർ, വേറൊരിടത്ത് വേറൊരു ഇൻഫർമേഷനാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഫോർ എ സെയിം സ്റ്റുഡൻറ്റ്. അപ്പോൾ എന്തായി? അവിടെ ഡാറ്റ ഇൻകൺസിസ്റ്റൻസി വന്നു. അപ്പോൾ ഡാറ്റ റിഡൻഡൻസി ആൻഡ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എന്താ? അതായത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ, ഒരേ ഇൻഫർമേഷൻ പല ഫയൽസിൽ പല സ്ഥലത്തായിട്ട് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഡാറ്റ റിഡൻഡൻസി വരും. അതേ ഇൻഫർമേഷനിൽ തന്നെ ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്നതിന് നമ്മൾ എന്ത് പറയും? ഡാറ്റ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയും. പിന്നെ ഡിഫിക്കൽട്ടി ഇൻ ആക്സസിങ് ഡാറ്റ. ഇപ്പോൾ ഒരു ഫയൽ സിസ്റ്റത്തിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലൊരു ക്ലർക്ക്, he needs to get the information of students who are from the same location അല്ലെങ്കിൽ സെയിം പ്ലേസ് എന്ന് വരുന്ന സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഗെറ്റ് ചെയ്യണം. പക്ഷേ അതിനെന്താണ്? ഒരു എഫിഷ്യൻറ്റ് മെത്തേഡ് ഇല്ല എന്നാണ് പറയണത്. ഒന്നില്ലെങ്കിൽ എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് റിട്രീവ് ചെയ്തെടുക്കുക, എന്നിട്ട് മാനുവലി നമ്മൾ ഒരു പ്ലേസിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ ഡാറ്റ എടുക്കേണ്ടി വരും. അല്ലാണ്ട് ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്താലും ഇറ്റ് വോണ്ട് ബി എഫിഷ്യൻ്റ് എന്നാണ് പറയുന്നത്. അതാണ് ഡിഫിക്കൽട്ടി ഇൻ ആക്സസിങ് ഡാറ്റ. ഇനി ഡാറ്റ ഐസൊലേഷൻ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞൂലേ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ തന്നെ പലയിടത്തായിട്ടാണ് കിടക്കുന്നത്. അതുപോലെ ഒരുപാട് ഡീറ്റെയിൽസ് എന്തായിരിക്കും? പല ലൊക്കേഷൻസിലായിട്ട് സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഡാറ്റാനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ദി എന്താ? ഇൻറ്റഗ്രിറ്റി പ്രോബ്ലംസ്. ഇൻറ്റഗ്രിറ്റി പ്രോബ്ലംസിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, the data values stored in the database must satisfy certain types of consistency constraints. അതായത് സപ്പോസ് ദാറ്റ് നമ്മൾ ആദ്യം ഫയൽ സിസ്റ്റം സ്റ്റോർ ചെയ്ത സമയത്ത് നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓരോ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അവിടെ ബാലൻസ് എത്രയാണ്, ബാലൻസ് എമൗണ്ട് എത്രയാണെന്നുള്ളതും അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അവിടെ നമ്മളൊരു കൺസ്ട്രെയിൻ കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ബാലൻസ് എമൗണ്ട് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് നോട്ട് ഗോ ടു 0, 0ലേക്ക് എത്താൻ പാടില്ല എന്നുള്ളത് നമ്മളൊരു കൺസ്ട്രെയിൻ വെക്കുകയാണ്. ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാം അല്ലേ? ഈ ഒരു കൺസ്ട്രെയിൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലുള്ള ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാം. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കൺസ്ട്രെയിൻ വരികയാണ്. ഇപ്പോൾ ഒരു 5,000 എബോവ് എമൗണ്ട് 5,000 എബോവ് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അഗെയിൻ ഒരു കൺസ്ട്രെയിൻ കൂടെ നമ്മൾ റിക്വയർമെൻ്റ് ആയിട്ട് പറയുകയാണ്. ഇങ്ങനൊരു കൺസ്ട്രെയിൻ കൂടെ വേണം. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 5,000 എബോവ് പോകാൻ പാടില്ല എന്ന് പറയുന്നൊരു
എക്സ്ട്രാ ഒരു കൺസ്ട്രെയിൻ വരുന്ന സമയത്ത് അത് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. ഫയൽ സിസ്റ്റത്തിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് എഗെയിൻ പുതിയ കൺസ്ട്രെയിൻസ് വരുന്ന സമയത്ത് അതിന് എൻഫോഴ്സ് ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഇൻറ്റഗ്രിറ്റി പ്രോബ്ലത്തിൽ. ഇനി നെക്സ്റ്റ് ഇസ് ദി അറ്റോമിസിറ്റി പ്രോബ്ലം. അതിനുള്ളൊരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബാങ്കിങ് സിസ്റ്റം എടുക്കുക. അവിടെ നമ്മൾ അക്കൗണ്ട് എയിൽ ഉള്ളൊരു 500 റുപ്പീസ് നമ്മൾ അക്കൗണ്ട് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അതായത് അക്കൗണ്ട് എയിന് ഡെബിറ്റ് ചെയ്യണം. 500 അക്കൗണ്ട് എയിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് അക്കൗണ്ട് ബിയിലേക്ക് എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാണ്. ഇപ്പോൾ സപ്പോസ് ദാറ്റ് നമ്മൾ അക്കൗണ്ട് എയിൽ നിന്ന് ഡെബിറ്റ് ചെയ്തു, മൈനസ് ചെയ്തു, 500 മൈനസ് ചെയ്തു. അപ്പോൾ സംതിങ് ഹാപ്പൺ ദാറ്റ് എന്താ നമ്മുടെ സിസ്റ്റം ഫെയിലായി എന്ന് വയ്ക്കുക. അപ്പോൾ എന്തായി, നമ്മൾ ഈ 500 ഡെബിറ്റ് ചെയ്യുകയും ചെയ്തു, അതായത് 500 എ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് പോവുകയും ചെയ്തു. പക്ഷെ അത് എവിടെ ആഡ് ആയില്ല, ബി എന്ന് പറയുന്ന അക്കൗണ്ടിൽ ആഡ് ആയതുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം എന്താണ്, അറ്റോമിക് ആയിരിക്കണം, അറ്റ് എ ടൈം നടക്കണം. അതായത് ഒന്നില്ലെങ്കിൽ ഈ ഡെബിറ്റിംഗ് അക്കൗണ്ട് എ എന്നുള്ള ഡെബിറ്റിങ്ങും ബിയിലേക്കുള്ള ക്രെഡിറ്റിങ്ങും ഒരുമിച്ച് നടക്കണം, അല്ലെങ്കിൽ ആ എൻറ്റയർ ആക്ടിവിറ്റി നടക്കരുത്. ഇങ്ങനെ 2 കണ്ടീഷൻ. പക്ഷേ ഈ അറ്റോമിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫയൽ സിസ്റ്റത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ദി കൺകറൻറ്റ് ആക്സസ് അനോമലീസ്. അതായത് ഫയൽ സിസ്റ്റം കുറച്ച് എഫിഷ്യൻ്റ് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ചില ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് വഴി നമുക്ക് കൺകറൻ്റ് ആയിട്ട് യൂസേഴ്സിന്, അതായത് മൾട്ടിപ്പിൾ യൂസേഴ്സ് ക്യാൻ ആക്സസ് ദി ഇൻഫർമേഷൻസ് കൺകറൻ്റ്ലി. അത് അറ്റ് എ ടൈം കുറേ യൂസേഴ്സിന് നമ്മുടെ ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഡാറ്റ തന്നെ എന്തായി, ഒരു സെയിം യൂസർ സെയിം ഡാറ്റ തന്നെ ഡിഫറെൻറ്റ് യൂസേഴ്സ് എന്തായി സെയിം ഡാറ്റാനെ തന്നെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് വരും, ഇൻകൺസിസ്റ്റൻസി പ്രോബ്ലം വരും. ഓക്കെ, അപ്പോൾ കൺകറൻറ്റ് യൂസേഴ്സ് ഡിഫറെൻറ്റ് യൂസേഴ്സ് കൺകറൻ്റ് ആയിട്ട് സെയിം ഇൻഫർമേഷനെ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന പ്രോബ്ലമാണ് കൺകറൻറ്റ് ആക്സസ് അനോമലീസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ദി സെക്യൂരിറ്റി പ്രോബ്ലംസ്. സെക്യൂരിറ്റി പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ, ഡാറ്റാബേസിൽ അല്ലെങ്കിൽ നമ്മൾ ഫയൽ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് എല്ലാ യൂസേഴ്സിനും എല്ലാ ഇൻഫർമേഷൻസും കാണണമെന്ന് നിർബന്ധം ഇല്ല. അതായത് ഇപ്പോൾ ഒരു അക്കൗണ്ടിങ് സ്റ്റാഫ്, യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു അക്കൗണ്ടിങ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഹി നീഡ്സ് ടു ഹാൻഡിൽ ഓൺലി ദി എന്തൊക്കെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് മാത്രം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് മാത്രം ഹാൻഡിൽ ചെയ്താൽ മതി. അപ്പോൾ അത്തരം കാര്യങ്ങൾ മാത്രമാണ് അയാൾക്ക് കാണേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഒരു നമ്മുടെ ഫയൽ പ്രോസസ്സിംഗ് എൻവയോൺമെൻറ്റിൽ അത് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റില്ല. സംടൈംസ് എല്ലാ യൂസേഴ്സിനും എല്ലാ ഇൻഫർമേഷൻസും കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അവിടെ എന്താണ്, സെക്യൂരിറ്റി പ്രോബ്ലംസ് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് disadvantages of file system. That is, first one is data redundancy and inconsistency, difficulty in accessing data, data isolation, integrity problem, atomicity problem, concurrent access anomalies and security problems.